അസുറിൻ്റെ പ്രണയം 2. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. സത്യമാണോ? അഭിലാഷിപ്പോയതും പുരുഷോത്തമൻ രുദ്രൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. ഏയ് വെറുതെ, അവനെ ഒന്ന് പേടിപ്പിച്ചതാ. കള്ളച്ചിരിയോടെ രുദ്രൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി. ഈ ചെക്കൻ്റെ ഒരു കാര്യം, ചിരിച്ചുകൊണ്ട് പുരുഷോത്തമൻ പറഞ്ഞു. സുലുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മുകേഷിനെ രുദ്രൻ അറസ്റ്റ് ചെയ്തു. കോടതിയുടെ മുന്നിൽ നിർത്തുകയും മുകേഷിന് ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഷിറ്റ്! ഈ വിധി കേൾക്കുന്ന രുദ്രൻ ദേഷ്യത്തിൽ പല്ലുകടിച്ചു. മുകേഷ് ദേഷ്യത്തിൽ കൃതികയെ നോക്കിക്കൊണ്ടുപോയി. അവൾ പേടിയോടെ അവളുടെ അമ്മയുടെ പുറകിൽ ഒളിച്ചു. രുദ്രൻ ഓഫീസിലിരുന്നു. ആ സമയം കൃതികയുടെ അമ്മ രുദ്രന്റെ മുന്നിൽ നിന്നു. രുദ്രൻ നിവർന്ന് അവരെ നോക്കി ഇരിക്കാൻ പറഞ്ഞു. സാറേ, ഇരിക്കാനൊന്നും വന്നതല്ല. ഞാൻ താലി ഊരി തന്നത് അയാളെ കൊല്ലാനാണ്, അല്ലാതെ വളർത്താനല്ല, അവർ ദേഷ്യത്തിൽ പറഞ്ഞു. മാഡം, നിയമം ശിക്ഷ വിധിച്ചത് തന്നെ. ശരിയോ തെറ്റോ നമ്മൾ അനുസരിക്കുക, രുദ്രൻ അവളെ നോക്കി പറഞ്ഞു. എന്ത് വിധി സാറേ? ഇതൊക്കെയാണോ വിധി? തിന്നുകൊടുത്ത് നാളെ പുറത്തു വരും. എൻ്റെ മോളെ അവൻ കൊല്ലും. എന്നിട്ട് എത്ര പിള്ളേരുടെ ജീവിതം ഇല്ലാതാക്കും. ശരിയാ, ഇയാളെ കൊന്നാൽ മാത്രം ഈ പ്രശ്നം തീരില്ല. പക്ഷെ പേടിക്കുമല്ലോ, ഇത് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നിൽ ഇവൻ്റെ മരണം കൺമുന്നിൽ തെളിയുമ്പോൾ ഒന്ന് പതറുമല്ലോ. എൻ്റെ മോളെ കൂട്ടിക്കൊടുത്ത് പണം ഉണ്ടാക്കാൻ നോക്കിയ അവൻ ഈ ലോകത്ത് വേണ്ട സാറേ. എനിക്ക് ആരും ഇല്ലാതാക്കല്ലേ സാറേ. കൈകൂപ്പി ആ അമ്മ കരഞ്ഞു. രുദ്രൻ ചിരിയോടെ അവളുടെ അടുത്ത് വന്നു. ധൈര്യമായി വെക്കോ, എല്ലാം നല്ലതേ നടക്കൂ, രുദ്രൻ ഉറപ്പ് കൊടുത്തു. അവർ പോയതും സലീം രുദ്രന്റെ അടുത്ത് വന്നു. സാറിന്റെ മനസ്സിൽ എന്താണ്? പേടിയോടെ സലീം ചോദിച്ചു. അസുരനെ പോലെ രുദ്രൻ ചിരിച്ചു. സലീം ഭയന്ന് രുദ്രനെ നോക്കി. പിറ്റേ ദിവസം കൃതിക പേപ്പർ എടുത്തു. അതിൽ ആദ്യത്തെ പേജിലെ ന്യൂസ് വായിച്ചു. അമ്മേ അമ്മേ, അവൾ അലറി വിളിച്ചുകൊണ്ട് അകത്തോടി. എന്താ മോളെ? അവര് പേടിയോടെ ഓടിയൊന്ന് വിളി കേട്ടു. കൃതിക വിറയലോടെ പേപ്പർ അവരുടെ മുന്നിൽ നീട്ടി. അവർ പേപ്പർ മേടിച്ച് വായിച്ചു. മകളെ കൊന്ന വഴക്കിൽ കോടതി ശിക്ഷ വിധിച്ച മുകേഷ് എൻകൗണ്ടർ. രുദ്രദേവന്റെ രുദ്രതാണ്ഡവം. ഓരോ അമ്മമാരും ആഗ്രഹിച്ച ശിക്ഷ കൊടുത്തു. പത്രത്തിൽ വാർത്ത നിറഞ്ഞിരുന്നു. അവൾ പ്രാന്തിയെപ്പോലെ ആർത്ത് ചിരിച്ചു. കൃതികയെ ചേർത്ത് പിടിച്ച് ചിരിച്ചു. ആ ചിരി ഒരു പൊട്ടിക്കരച്ചിലായി മാറി. ആ കരച്ചിൽ നേർത്തു വന്നു. അവൾ തളർന്ന് തറയിലിരുന്നു. അതേസമയം ഐജിയുടെ മുന്നിൽ നിൽക്കുന്നു രുദ്രൻ. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊരു സംശയം ഐജി ചോദിച്ചു. അതെ, മനഃപൂർവ്വം ചെയ്തതാണ്, ഒരു കൂസലില്ലാതെ രുദ്രൻ പറഞ്ഞു. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് തനിക്കറിയോ? ഐജി ദേഷ്യത്തിൽ ചോദിച്ചു. ഓ, അറിയാം സാറേ. കൂടിപ്പോയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അല്ലയോ? പോണേൽ പോട്ടെ സാറേ. ഈ പൈസ വെച്ച് തന്നെ നരസിംഹ തറവാട്ടിലെ രുദ്രദേവന് അരിമേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, പുച്ഛത്തോടെ രുദ്രൻ പറഞ്ഞു. കോടതി വിധിച്ച ശിക്ഷയാണ് നിങ്ങൾ പുച്ഛിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അത് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ദേഷ്യത്തിൽ ഐജി ചോദിച്ചു. ഒരിക്കലുമില്ല. പിതാവെന്ന വ്യക്തി മകൾക്ക് തണലാകേണ്ടവൻ, കഴുകന്മാരുടെ കണ്ണിൽ നിന്ന് മകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവൻ. അവൻ സ്വന്തം മകളെ കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കാൻ നോക്കി. മോളെ കൊന്നു തള്ളി. ഇവനെയൊക്കെ സർക്കാർ ചിലവിൽ തീറ്റുപറ്റുകയല്ല വേണ്ടത്, കൊന്നുകളയാണ് വേണ്ടത്. നിയമം ശിക്ഷ കൊടുക്കാൻ മറന്നത് ഞാൻ കൊടുത്തു. അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്നാ ശരി, എനിക്കെന്താണ് ശിക്ഷ? അത് വേഗം പറയൂ. പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അലസതയോടെ രുദ്രൻ പറഞ്ഞു. 3 month സസ്പെൻഷൻ, ഐജി പറഞ്ഞുകൊണ്ട് കത്ത് നീട്ടി. സന്തോഷം, ചിരിയോടെ രുദ്രൻ മേടിച്ചുകൊണ്ട് പോയി. ഇവനെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ സഹിക്കുമാവോ? ഐജി പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പിൽ നോക്കി. നരസിംഹ തറവാട്ടിൽ. ഏട്ടൻ ചെയ്താ ശരി. എനിക്കും ഒരു മോളുണ്ട്.
ഇവനെപ്പോലുള്ളവർ കാരണം എൻ്റെ മോൾക്ക് നാളെ ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ പറ്റുമോ? പേടിയോടെ ഗൗതം പറഞ്ഞു. എന്തായാലും കൊള്ളാം. അതിലും ആ സ്ത്രീ മുകേഷിന്റെ ഭാര്യയെ സമ്മതിക്കണം. ബോഡി പോലും വേണ്ടെന്നല്ലയോ പറഞ്ഞത്? അത്ഭുതത്തോടെ പുരുഷോത്തമൻ ചോദിച്ചു. അത് ഒരു അമ്മ ആയതുകൊണ്ടാണ്. മോളുടെ മരണം മുന്നിൽ കണ്ടതുകൊണ്ടാണ്. ഇനിയൊരു മോളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ദശ പറഞ്ഞുകൊണ്ട് രുദ്രനെ നോക്കി. എന്തായാലും നിയമം കയ്യിലെടുത്തത് അത്ര ശരിയല്ലാത്ത കാര്യമാട്ടോ, കുസൃതിച്ചിരിയോടെ ദശ പറഞ്ഞുകൊണ്ടുപോയി. രാത്രി ദശയുടെ മാറിൽ തലവെച്ച് കിടക്കുന്നു രുദ്രൻ. നിനക്ക് സങ്കടമുണ്ടോ? രുദ്രൻ ദശയെ നോക്കി ചോദിച്ചു. എന്തിനാ എനിക്ക് സങ്കടം? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ചിരിയോടെ ദശ പറഞ്ഞു. ഞങ്ങൾക്കോ? രുദ്രൻ എടുത്തു ചോദിച്ചു. അതെ, എനിക്കും പിന്നെ നമ്മുടെ കുഞ്ഞിനും, ചിരിയോടെ ദശ പറഞ്ഞു. ഓ, രുദ്രൻ തലയാട്ടി. ഞെട്ടലോടെ രുദ്രൻ ചോദിച്ചു. ദശ നാണത്തോടെ അവന്റെ കൈനെ അവളുടെ വയറിൽ പിടിച്ചു വെച്ചു. രുദ്രൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ് അവളെ വാരിപ്പുണർന്നു. രുദ്രൻ അവളെ ചുമ്മനം കൊണ്ട് നിറച്ചു. രുദ്രൻ മെല്ലെ അവളുടെ സാരിയെ മാറ്റിക്കൊണ്ട് പതിയെ അവളുടെ വയറിൽ തന്റെ കുഞ്ഞിനെ ചുമ്മനം കൊടുത്തു. ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു. പുരുഷോത്തമൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുള്ളി. ദശയുടെ അടുത്ത് പോയി അവളുടെ നെറുകിൽ പുരുഷോത്തമൻ വാത്സല്യത്തോടെ ചുമ്മനം കൊടുത്തു. ഇതൊക്കെ ദേവനന്ദ ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു. മോനി, ഈ സന്തോഷം ഇരട്ടിയാക്കാൻ നളിനിയുടെ കല്യാണം നടത്തിയാലോ? അതിന്റെ കൂടെ ഇത് നമുക്ക് അടിച്ചു പൊളിക്കാം, പുരുഷോത്തമൻ പറഞ്ഞു. അതും ശരിയാണ്. അവരും എത്ര കൊല്ലം ഇനിയും കാത്തിരിക്കും. നമുക്കതങ്ങ് നടത്താം, ചിരിയോടെ രുദ്രൻ പറഞ്ഞു. രവീന്ദ്രനെ വിളിച്ച് രുദ്രൻ കാര്യങ്ങൾ പറഞ്ഞു. അവരും അത് സന്തോഷത്തോടെ സമ്മതിച്ചു. നരസിംഹ തറവാട്ടിൽ പിന്നെയും പന്തലുയർന്നു. എല്ലാവരും ആഘോഷങ്ങളോടെ ആ കൊട്ടാരത്തിൽ നിറഞ്ഞിരുന്നു. നളിനിക്ക് സ്വർണമെല്ലാം എടുത്തു. അവൾക്ക് ആവശ്യമായ എല്ലാം എടുത്തു. ഇതൊക്കെ രവീന്ദ്രൻ സന്തോഷത്തോടെ നോക്കിയിരുന്നു. രവീന്ദ്രൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നളിനി ഞങ്ങളുടെ മോള. അവളെ ഞങ്ങൾ ഒരു കുറവും കൂടാതെ ഇറക്കിവിടും, ചിരിയോടെ പുരുഷോത്തമൻ പറഞ്ഞു. അറിയാം സാറേ, എൻ്റെ മോളുടെ ഭാഗ്യമാണ് ഇതൊക്കെ. എൻ്റെ മോൾ അത്രമേൽ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അവളൊന്ന് സന്തോഷിക്കട്ടെ, കൈകൂപ്പി രവീന്ദ്രൻ പറഞ്ഞു. ദേവനന്ദ എല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ ഇരുന്നു. രുദ്രൻ ഉറങ്ങാൻ പോയതും ഒരു കാൾ വന്നു. രുദ്രൻ അതെടുത്ത് കാതിൽ വെച്ചു. ഒരാണിന്റെ ആർത്തചിരി. രുദ്രൻ ഒന്നും മനസ്സിലാകാതെ ഇരുന്നു. രുദ്ര മഹാദേവ, നിന്റെ യഥാർത്ഥ ശത്രുവാണ് ഈ ഞാൻ, അവൻ ആർത്തചിരിച്ചു. രുദ്രൻ മീശ പിരിച്ച് ചിരിയോടെ നിന്നു. ഒളിച്ചിരുന്ന് കളിച്ചു. ഇനി നിന്റെ മുന്നിൽ നേർക്കുനേർ, ഫേസ് ടു ഫേസ്. പക അത് വീട്ടാനുള്ളതാ, അവന്റെ ഗർജിക്കുന്ന ശബ്ദം. രുദ്ര ഒന്നും മിണ്ടാതെ ചിരിയോടെ അപ്പോഴും നിന്നു. നിന്റെ വീട്ടിലെ മംഗളകർമ്മം നടക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ചാവിന്റെ മണിയടിക്കും, ഞാൻ അടിപ്പിക്കും. മരണത്തിന്റെ രുചി നീയും അറിയണം, ആ ശബ്ദം ദേഷ്യം കൊണ്ട് പറഞ്ഞു. നീ വാ, നമുക്ക് കാണാം. ഇനി കളിക്കളത്തിൽ നീയും ഞാനും മാത്രം. വാടാ മോനി, രുദ്രൻ ദേഷ്യത്തിൽ തുടയിലടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ദേഷ്യം അന്നും കാണണം. ഇനി കല്യാണത്തിനല്ല, മരണ വീട്ടിൽ വെച്ച് കാണാം. അവൻ പറഞ്ഞുകൊണ്ട് കാൽ കട്ടാക്കി. രുദ്രൻ മീശ പിരിച്ചുകൊണ്ട് ഫോൺ നോക്കി. ആരാ ഏട്ടാ? ദശ ചോദിച്ചു. മൂന്നാമൻ, നമ്മുടെ യഥാർത്ഥ ശത്രു നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നു. എപ്പോൾ? പേടിയോടെ ദശ ചോദിച്ചു. കല്യാണത്തിന്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. എന്തോ രഹസ്യം അവനിലുണ്ട്. അവൻ പുറത്തു വന്നാലേ എല്ലാം നമുക്ക് മനസ്സിലാകൂ, രുദ്രൻ പറഞ്ഞോണ്ട് പോയി. മോളെ, പുരുഷോത്തമൻ ദശയുടെ അടുത്തൊന്ന് വിളിച്ചു. എന്താ അച്ഛാ? ദശ വിളി കേട്ടു. ശ്രദ്ധിക്കണം, എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. പേടിക്കണം, വരുന്നവനെ നമുക്ക് പേടിക്കണം, പുരുഷോത്തമൻ ഭയത്തോടെ പറഞ്ഞു. എല്ലാവരും ഭയത്തോടെ നോക്കി.
കല്യാണ ദിവസം വന്നെത്തി. ആർക്കും മുഖത്ത് ഒരു തെളിച്ചവുമില്ല. ആളുകൾ വരാൻ തുടങ്ങി. എന്തു സംഭവിക്കാമെന്ന് എല്ലാവരും പേടിയോടെ നോക്കി നിൽക്കുന്നു. അച്ഛാ, അഭിലാഷ് ഓടിയൊന്ന് വിളിച്ചു. എന്താടാ? പുരുഷോത്തമൻ വിളി കേട്ടു. അച്ഛാ, എല്ലാവരും വരാൻ തുടങ്ങി. ഇന്ന് എന്തൊക്കെ നടക്കും എന്നൊന്നും നമുക്കറിയില്ല. മുഹൂർത്തമൊന്നും നോക്കാതെ ചടങ്ങ് അങ്ങ് പെട്ടെന്ന് നടത്തിയാലോ? പേടിയോടെ അഭിലാഷ് പറഞ്ഞു. രുദ്രൻ സമ്മതിക്കുന്നില്ല. അവൻ വരട്ടെ എന്ന് തന്നെ അവൻ്റെ വാശി. പുരുഷോത്തമൻ പറഞ്ഞു. ഇവന്റെ ഒരു കാര്യം. പേടിയും വേവലാതിയും കലർന്ന് അഭിലാഷ് പറഞ്ഞു. തോറ്റ് പിന്മാറുന്നവനല്ല ഈ രുദ്രദേവ്. വരുന്നവനെ വീറോടെ എതിർക്കുന്നവനാണ് ഈ രുദ്രദേവ്. വരട്ടെ, അവന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ആർത്തിച്ചിരിയോട് രുദ്രൻ പറഞ്ഞു. എല്ലാവരും ഭയത്തോടെ നോക്കി. വില്ലൻ പുറം ലോകത്തിലോട്ട്. ചുരുളുകൾ അഴിയുന്ന നിമിഷം. സംഭവം അതിഭയങ്കരമായിരിക്കും. എല്ലാ രഹസ്യങ്ങളും അറിയുമ്പോൾ ഒരു ദുർസംഭവം അരങ്ങേറും. കാത്തിരിക്കുക. അവൻ വരുന്നു, രുദ്രന്റെ മുന്നിൽ പട നയിക്കുവാൻ. തുടരും.